ഏറ്റവും പുതിയ വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം അവിടെ നിന്നും പ്രദേശവാസിയായ സുധീഷ് ഇപ്പോൾ 24-ന് നൽകി. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന ബിജു, ഭാര്യ സന്ധ്യ ഇവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഒരു സ്ലാബ് വന്ന് അവരുടെ ദേഹത്തേക്ക് ചേർന്ന് കിടക്കുന്ന അവസ്ഥയാണ്. ആ സ്ലാബ് പൊട്ടിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഇവരെ പുറത്തേക്കെടുക്കാൻ കഴിയൂ. അതിനായുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മിനിറ്റുകൾക്കകം തന്നെ ആ സ്ലാബ് പൊട്ടിച്ചു മാറ്റാൻ കഴിയും എന്നൊരു വാർത്തയാണ് സുധീഷ് അവിടെ നിന്നും പങ്കുവച്ചത്. ഈ കൂടുതൽ വിദഗ്ധർ NDRF സംഘമൊക്കെ അങ്ങോട്ട് എത്തേണ്ട സാഹചര്യമുണ്ട്. അവരെ എവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടോ? ലാൽകൃഷ്ണനിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രദേശവാസിയായ സുധീഷ് 24-മായി പങ്കുവച്ചത്. ബിജു, സന്ധ്യ ഇവർ രണ്ടുപേരാണ് ഈ വീടിനകത്ത്, തകർന്ന വീടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അവരുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും എന്നുള്ളതാണ് ആശ്വാസ വാർത്തയാകുന്നത് മണിക്കൂറിലെ. ലാൽകൃഷ്ണൻ തുടരുന്നു. ലാൽ, ഏറ്റവും പുതിയ വാർത്ത എന്നത് സുധീഷ് എന്ന പ്രദേശവാസി പങ്കുവച്ചതാണ്. അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾ സഹിതമാണ് സുധീഷ് അക്കാര്യം 24-ലൂടെ പ്രേക്ഷകരെ, നാട്ടുകാരെ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് സന്ധ്യയും ബിജുവും സംസാരിക്കുന്നുണ്ട്. അവരുടെ ദേഹത്തേക്ക് ഒരു സ്ലാബ് വന്ന് തട്ടി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾക്കൊന്നും ഇടയാക്കാതെ ഈ സ്ലാബ് പൊട്ടിച്ചു മാറ്റി ഇവരെ പുറത്തേക്കെടുക്കുക എന്നതാണ് ഇനി ഒരു പോംവഴിയുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് എന്നാണ് സുധീഷ് പറയുന്നത്. ഈ NDRF സംഘം അവിടേക്ക് എത്തുന്നു നേരത്തെ അറിയിച്ചല്ലോ. അവരിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ടോ ലാൽ? നമ്മൾ അവസാന സംസ്ഥാനത്തുള്ള ഒരു അടിമാലി ടൗണിലേക്ക് അടുക്കുന്നു എന്ന കാര്യമാണ് അറിയിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജീകരണ സംവിധാനങ്ങളുമായി അവർ എത്തുന്നു എന്ന കാര്യമാണ് അറിഞ്ഞത്. പൈനാവിൽ നിന്നുള്ള 20 പേരടങ്ങുന്ന സംഘമാണ് നിലവിൽ അവിടേക്ക് പുറപ്പെട്ടത് എന്ന കാര്യം കൂടി അറിയിച്ചിരുന്നു. ഇവരാണ് അടിമാലി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി ടൗണിൽ എത്തിയാലും അവിടെ നിന്ന് പിന്നെയും യാത്ര ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മൂന്നാർ റൂട്ടിൽ, മൂന്നാറിലേക്ക് പോകുന്ന ഭാഗത്ത് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയതിനു ശേഷമാണ് അവിടേക്ക് എത്തേണ്ടത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ബാക്കി രക്ഷാപ്രവർത്തനം ഉണ്ടാവുക. നിലവിൽ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് കൂടുതൽ ആളുകൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ആ പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും ഒടുവിലെ വിവരം എന്ന് പറയുന്നത്. കൂടുതൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എന്ന രീതിയിൽ നിലവിൽ അവർ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്കൂളിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് അവർ മാറ്റി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പ്രദേശത്ത് നിന്ന് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ നെറ്റ്വർക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെയുള്ള പരിമിതികളാണ് കൂടുതൽ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. അസൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പലപ്പോഴും നമ്മളോട് ഇപ്പോൾ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ ആളുകൾ സുരക്ഷിതമാണ് എന്ന വാർത്ത മാത്രമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. ശ്രീ ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. 24-ന്റെ പ്രാദേശിക പ്രതിനിധി അലൻ പകർത്തുന്ന ദൃശ്യങ്ങളാണിത്. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ഒപ്പം നാട്ടുകാരെയും കാണാം. ഈ പറയുന്ന പോലെ ഇപ്പോൾ വീണ് കിടക്കുന്ന ഈ വീടിൻ്റെ മേൽക്കൂര, അതിൻ്റെ സ്ലാബ്, ആ കോൺക്രീറ്റ് മാറ്റി അതിനകത്തു നിന്നും രണ്ടുപേരെ പുറത്തെടുക്കുക, സന്ധ്യയെയും ബിജുവിനെയും പുറത്തെടുക്കുക എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. ആദ്യം ഈ കോൺക്രീറ്റ് ജാക്കി ഉപയോഗിച്ച് ഉയർത്തി മാറ്റാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് പൊട്ടിച്ചു മാറ്റുക. ഈ രണ്ട് ഓപ്ഷനുകളാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് രക്ഷാപ്രവർത്തകർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കാണാം. 2 പേർ ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് ഈ സന്ധ്യയുമായും ബിജുവുമായും ഒക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസ വാർത്തയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, വല്ലാത്തൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ മിനിസ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ അരമണിക്കൂർ മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണതോതിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാനും ഒരു യാത്രയിലായിരുന്നു. ഞാൻ അവിടെ കുളിച്ച് ഒന്ന് റെഡിയാകുന്ന സന്ദർഭത്തിലാണ് എനിക്ക് വാർത്ത കിട്ടിയത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുവാണ്. അവിടെ 22 കുടുംബങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് കണ്ട് മാറ്റി പാർപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട് 2 പേരാണ് അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഈ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഇനി അവരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ആവശ്യം. അതിനാവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളും രക്ഷാപ്രവർത്തനവും തുടരുന്നുണ്ട്. അതോടൊപ്പം NDRF ടീമിനെയും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ADM ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ഞാനും ഏറെ താമസിച്ചാൽ അവിടെ ചെല്ലും. ഞാൻ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കുമായിരിക്കും എന്റെ യാത്രാ സമയം. ഞാൻ അത്രയും ഡിസ്റ്റൻസിലാണ് ഞാനുള്ളത്. ഇതിനുവേണ്ടി യാത്ര കട്ട് ചെയ്ത് ഞാൻ അടിമാലിയിലേക്ക് തിരിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.